പരിചയപ്പെടുത്തി തരാം. പയ്യൻ പുഷ്പ 3-യിലെ എന്താ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ചെറുപ്പ റോള് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുക. പയ്യൻ ഷിഗാവത്ത് മീറ്റ് അവർ ഷിഗാവത്ത് എത്തി ഇവിടെ. ഷിഗാവത്ത് നമ്മളെ ഷൂട്ട് അടുത്ത ആഴ്ച തുടങ്ങും. എന്ത് വണ്ടി എന്ത് നമ്മുടെ വണ്ടി എന്ത് ചെയ്യരുത്? അതെ ഇപ്പോൾ പഴയതുപോലൊന്നും അല്ല, പ്രശ്നമാണ് ചെറുക്കം, ഭയങ്കര പ്രശ്നമാണ്. അത് അച്ഛൻ്റെ കളക്ഷൻ അല്ലേ മോനെ, അതെടുത്ത അത് നല്ല വിലയുള്ള വണ്ടിയല്ലേ ഈടാകുമ്പോൾ. അതെ ദേവുട്ടിയുടെ ബൈക്ക് എന്തിയാടാ, മറ്റേ ബൈക്ക് എന്തിയാടാ ദേവുട്ടിയുടെ? ഷിഗാവത്ത് എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഷിഗാവത്തിനെ കണ്ടോ നിങ്ങളെല്ലാവരും? മീറ്റ് മിസ്റ്റർ ഷിഗാവത്ത്. മൈക്ക് തുറന്ന അത് മൈക്ക് തുറന്ന അത് പന്ന മൈക്കല്ലേ, അത് പന്ന മൈക്ക്. അത് ദേവുട്ടിക്ക് വേറെ നല്ല മൈക്ക് മേടിച്ചു തരാമല്ലോ. മുട്ട തുറന്ന അതെടുത്തോ അച്ഛ എടുത്തു തരാം. അതേ ലംബോർഗിനി കാർ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. അവിടെ ഒരു ഹായ് കൊടുത്തേ. ഹായ് കണ്ടാ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടാ? ഫഹദ് ഫാസിലിൻ്റെ ചെറുപ്പം അഭിനയിക്കുമ്പോൾ ഇത്തിരി ആറ്റിറ്റ്യൂഡൊക്കെ ആവാം. അതെ വേറെ കാറ്. മീറ്റ് മിസ്റ്റർ ഷിഗാവത്ത്. എന്തു പറ്റി? എടാ ടവലെന്ന് അവിടെ തുണിയുള്ള ഇപ്പം നോക്കി താഴെയാണോ? അപ്പോൾ എടാ എന്നാ പയ്യനെ കൊണ്ടുപോക്കോ. തുമ്മല. അയ്യോ തുമ്മലാണോ? ടാറ്റാ പോയിട്ടോ. അതെന്താ? അത് കൊടുത്തോ. ബ്ലെസ് യു. ബഫറിംഗ് ഒന്നും ഇല്ലല്ലോ. ബഫറിംഗ് ഉണ്ടോ? ചുമ്മാ കള്ളം പറയില്ല ഏട്ടാ. ബഫറിംഗ് ഒന്നും ഇല്ലേ ഗൈസ്? പുറകിലത്തെ ലൈറ്റ് ഓഫ് ആവുന്നു നിങ്ങൾ നോക്കിക്കോണം. ഓഫ് ആകുമ്പോൾ എൻ്റെ അടുത്തൊന്ന് പറയണേ. ഓഫ് ആകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അത് സ്വിച്ച് ചെയ്തില്ലെങ്കിൽ ലൈവ് മൊത്തത്തിൽ ഓഫായി പോകും. അപ്പോൾ പുറകിലത്തെ ഇത് ലൈറ്റ് ഓഫ് ആകുമ്പോൾ കറണ്ട് പോയി എന്നാണ് അർത്ഥം. അത് ഓഫ് ആകുമ്പോൾ എന്നോടൊന്ന് പറയണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. അപ്പോൾ നമ്മുടെ സെർവർ നോർമലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്ക് കൂടിപ്പോയ ഒരു 5-6 ദിവസത്തിനകത്ത് ബ്രാവോ റെഡിയാക്കാൻ വേണ്ടി സത്യം പറഞ്ഞുണ്ടല്ലോ. വില്ലംബ്രോയുടെ കുഞ്ഞിൻ്റെ 28 ഓഫായിട്ടില്ല. പുറകെ കാണുന്നില്ലടാ കള്ളന്മാരെ, കള്ളൻ അതൊന്നും ഓഫായിട്ടില്ല. അപ്പോൾ വില്ലംബ്രോയുടെ കുഞ്ഞിൻ്റെ 28 നാളെ. അപ്പോൾ ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. അപ്പോൾ ബ്രാവോയും നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ടിരുന്നതാണ്. ഇവിടെ എലിയുടെ ഹസ്ബൻഡും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ ബ്രാവോ പറഞ്ഞ് ഇല്ലടാ ഞാൻ വരുന്നില്ല. അവനെന്തോ വാശി ആയതുപോലെയാണ് കഴിയും. സത്യം പറയാലോ, അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ PC ഓഫ് ചെയ്യാതെ മറ്റേ സ്ക്രീനിൻ്റെ മുണ്ടയ്ക്ക് ഇരിക്കുക. എപ്പോൾ വിളിച്ചാലും ഇത് തന്നെ, ഉറക്കവും ഇല്ല ഒന്നുമില്ല. അവൻ നമ്മുടെ കൂടെ അവിടെ വരാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അന്നേരം അവൻ പറഞ്ഞ് ഇതെനിക്കൊരു വാശി പോലെയാടാ, ഞാനിപ്പോൾ ഇവിടുന്ന് മാറി നിന്നാൽ ശരിയാകത്തില്ല, ഒരു 5-6 ദിവസത്തിനകത്ത് ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് എനിക്ക് സെർവർ ഫുള്ള് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ബ്രാവോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉടനെ തന്നെ ഇതാക്കിയിട്ട് അതായത് മറ്റേ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ടർഫും PvPയും RPയും ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു സെർവർ സെറ്റാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അവരിപ്പം ഉദ്ദേശിക്കുന്ന ഒരു 5-6 ദിവസത്തിനകത്ത്. സോ അതുടനെ അപ്പോൾ ഒരു 5-6 ദിവസത്തിനകത്ത് തന്നെ ബാക്ക് ടു നമ്മുടെ ഇത് അപ്പാവും. അത് നമ്മൾ എക്സലാൻഡിസ് തിരിച്ച് കൊണ്ടുവന്നിരിക്കും. അത് എല്ലാവരുടെയും വാശിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ സെർവർ ഡൗൺ ആയ സമയത്ത് കേരളത്തിലെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ സെർവറുകാർ അവരുടെ കീ തരാം, ഞങ്ങളും അവിടെ വന്ന് കളിക്കുന്നവരാ, ഞങ്ങൾ കീ തരാൻ റെഡിയാണ്. സോ ഞങ്ങളുടെ സെർവറിൻ്റെ കീ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ആൻഡ് എക്സലാൻഡിസിൻ്റെ ഏകദേശം അത്രയും അസറ്റ് ഇല്ലെങ്കിൽ ഒരു 70% അസറ്റ് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ 70% അസറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ റെഡിയാണെന്ന് വരെ പറഞ്ഞ് കേരളത്തിൽ കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്ന സെർവറുകൾ വരെ നമ്മുടെ അടുത്ത് വന്ന് അതിൽ ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മൊമെൻറ്റിൽ സഹായിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. പക്ഷേ ഈ സെർവറിനെ നമ്മൾ ഇപ്പോൾ ഉണ്ടായിരുന്നതിലും അടിപൊളിയാക്കി ഇങ്ങനൊരു സാധനം വന്നത് നന്നായി. ഇതിലും അടിപൊളിയായിട്ട് ഇതിലും സ്ലോട്ട് കൂട്ടാൻ പറ്റുമെങ്കിൽ ഇതിലും സ്ലോട്ട് കൂട്ടായി മര്യാദയ്ക്ക് നമ്മൾ ആ സെർവർ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കും, ഉറപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ RDR സെർവർ മലയാളത്തിൽ കൊണ്ടുവരും, അത് ഉറപ്പാണ്. ഗ്യാങ് അസറ്റ്സ് ഉണ്ടാവും ഗൈസ്. ഗ്യാങ് അസറ്റ്സ് പോകത്തില്ല, ഗ്യാങ് അസറ്റ് ഉണ്ടാവും. ഗ്യാങ് അസറ്റ് ഡേറ്റ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗ്യാങ് അസറ്റ് പോകത്തില്ല.
എല്ലാം ഉണ്ടാവും, നമ്മളത് തിരിച്ച് കൊണ്ടുവരും എത്രയും പെട്ടെന്ന്. കിക്ക് ലോഗോ വെച്ചില്ല, സീനില്ല, അത് കുഴപ്പമില്ല. RDR വേണ്ടെന്നാണ്. എടാ വേറെ എന്താണ് കളിക്കേണ്ടത് നമ്മളിപ്പോൾ തൽക്കാലം? നമുക്ക് തൽക്കാലം എല്ലാവരുമായിട്ട് ചില്ലായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന RDR ആണ്. അപ്പോൾ RDR നമുക്ക് ന്യൂ PC ആണോ? അല്ല, എടുത്തോണ്ട് വന്നില്ല ഞാൻ ഇന്നലെ ലൈവ് എൻഡായി പോയിട്ട് നേരെ SRKയുടെ വീട്ടിൽ പോയി. അവിടെ പോയി അവനെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കാണിച്ചു. അവിടെ നിന്ന് ഇന്ന് രാവിലെ അവനെ കോടതിയിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുത്ത്. എന്നിട്ട് ഞാൻ അതിന് പോയില്ല, ഇന്നലെ അവൻ്റെ വീട്ടിൽ പോയി അവനെ തിരിച്ചു കൊണ്ട് വീട്ടിലാക്കിയതിന് ശേഷം അവിടുന്ന് നേരെ തിരിച്ച് വീണ്ടും ഇവിടുന്ന് വണ്ടി ഓടിച്ച് എറണാകുളത്ത് വന്നതാണ്. ഞാൻ ഉറങ്ങി എണ്ണിട്ടതേ ഉള്ളൂ കുറച്ച് മുമ്പ്. എന്നിട്ട് നേരെ പോയി മുടിയെല്ലാം വെട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടി, ബാക്കി ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. SRKയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം ഓൾ ഗുഡാണ്, എല്ലാം ചില്ലായിട്ടിരിക്കണം. ബാക്കിയെല്ലാം നമുക്ക് ചടപടേ തീർക്കാം. അപ്പോൾ നമുക്ക് RDR കയറാം. ഇന്ന് ബാബു എല്ലാവരും വന്നതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം RDR കളിക്കാം. അപ്പോൾ RDR കളിച്ചതിന് ശേഷം നമുക്ക് ഇതാക്കാം, നമുക്ക് ബാ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. റെഡം ഇത്ര നാൾ 5M ആയിരുന്നു, ഇനി തൊട്ട് നമ്മൾ കുറച്ച് ദിവസം റെഡമാണ്. അപ്പോൾ എല്ലാവർക്കും ഹായ് ഗൈസ്, എല്ലാവർക്കും ഹായ്. പുഷിങ് ഇട്ട് കുതർ. എടാ ബാബു എത്ര ദിവസം അവൈലബിൾ ആണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ബാബുവിനോട് ഇന്ന് ചോദിക്കണം. സിമുലേറ്റർ ഉണ്ടോ? ഇന്ന് സിമുലേറ്റർ ഇല്ലടാ, ഇന്നെല്ലാം ഞാൻ അഴിച്ചു വെച്ചേക്കോ. എല്ലാം ഇനി തിരിച്ച് ഫിറ്റ് ചെയ്യുകയൊക്കെ വേണം. കുറച്ച് ദിവസം വീട്ടിലായതുകൊണ്ട് കുറച്ചെല്ലാം അവിടെ. കാസ്ട്രോടെ മഞ്ചാട് ഞാൻ കണ്ടു. എനിക്കതിൽ ഒന്നും പറയാനില്ല. എനിക്കതിൽ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഡെസ്ലേക്കാർ കൊണ്ടുപോകും. അവന്മാർ വീട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. എൻ്റെ നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. ആണോ ഇതിൽ PL അടിക്കുമോ? ഇതിലും PL ഒക്കെ ഉണ്ടോ? ഇതിലും PL ഒക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ PL അടിച്ച് കത്തിപ്പോ. അതിന് എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ ആണോന്ന് അറിഞ്ഞൂടാ. ഇന്നലെ എൻ്റെ നെറ്റ് പോയതാ കേസ്. ജൂഡ് ചതിച്ചല്ലേ അത്. പിന്നെ അയച്ചു തന്ന സാധനം വീട്ടിൽ തച്ച് തിന്നില്ലേ? തിന്നായിരിക്കുമോ? പിന്നെ അവർ പറഞ്ഞിടായിരിക്കുമോ? അത് പറഞ്ഞപ്പോഴാ കേസ്. ഇന്നൊരു പയ്യൻ എനിക്ക് വീട്ടിൽ, അതായത് എൻ്റെ ഫുഡും ഡയറ്റും ഒക്കെ നോക്കുന്ന ഒരു പയ്യൻ എനിക്ക് കൊണ്ട് തന്നൊരു ടീഷർട്ടാണ്. അണ്ണൻ ഇന്ന് ഈ ടീഷർട്ട് ഇട്ട് ലൈവ് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത്. സോ ആ ടീഷർട്ട് ഞാൻ ഇന്നിട്ടിട്ടുണ്ട്. ഈ ടീഷർട്ട് അവൻ എനിക്ക് വഴി കണ്ടപ്പോൾ മേടിച്ച് തന്നതാണ്. പക്ഷേ ഈ ടീഷർട്ട് ഇന്ന് ഇടണം എന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. സോ അതുകൊണ്ട് ഈ ടീഷർട്ട് ഇട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല, അവൻ തന്നത് കൊണ്ട് മാത്രമാണ് ഈ ടീഷർട്ട് ഇട്ടേക്കണമെന്ന്. സോ അതുകൊണ്ട് ഇട്ടതാണ് ഈ ടീഷർട്ട്. കള്ള നല്ലടാ, സത്യമായിട്ടും വേറെ ഒന്നും കൊണ്ടല്ല, അവൻ തന്നിട്ടതാണ് ഈ ടീഷർട്ട്. സ്പെയിൻ ജയിക്കും. എടാ എന്താടാ ചിൽ. അയ്യോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അല്ല അവൻ തന്നല്ല, അവൻ പറഞ്ഞാൽ ഞാൻ ഇതാക്കും. അവൻ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ കൊണ്ട് തന്ന എനിക്ക് ടീഷർട്ട്. ഇപ്പം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടോ അവൻ ഈ വീട്ടിൽ ഈ ടീഷർട്ട് കൊണ്ട് തന്നിട്ട്. പ്രൂഫ് വേണം. എടാ ഹെൽത്തിക്കൂടെ പയ്യ. എടാ മോനെ, എടാ നീ ഒഫീഷ്യൽ ഇതിലൊരു സ്റ്റോറി ഇട്ടേക്കണേ, അല്ലെ എന്നെ കള്ളനാക്കി കളയേ. ഗൈസ് എല്ലാവർക്കും വെൽക്കം. എന്നാ ഗൈസ് ഫൈനൽ എന്നാ? 19-ാം തീയതി അല്ലേ? 19-ാം തീയതി ആണല്ലേ ഫൈനൽ? 19 21 21 20 അല്ലേ? 20-ാം തീയതി അല്ലേ? ഓക്കെ. 20-ാം തീയതി എന്ന് പറഞ്ഞാൽ 19-ാം തീയതി രാത്രി 12:30. 19 രാത്രി 12:30 അല്ലേ? യെസ് ലെറ്റ്സ് ഗോ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കളി കാണേണ്ടി വരും. കളി കാണാം. ചന്ദ്രൻ സെയിം ടീഷർട്ട് ആണോ? ചന്ദ്രൻ്റെ സെയിം അതാ ഞാൻ പറഞ്ഞത്. ചന്ദ്രൻ്റെ എൻ്റെയും ഡയറ്റ് നോക്കുന്ന അവനാ. ചന്ദ്രനും അത് ഇട്ടേക്കണല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞ. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായോ? ഇപ്പോൾ വിശ്വാസമായോ? ചന്ദ്രൻ്റെ എൻ്റെയും ഡയറ്റ് ഒരേ പയ്യനാണ്. ഇത് രണ്ടും നോക്കണത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കിട്ടില്ല. കണ്ട ഇത് തന്നെ സാധനം ഇത് തന്നെ. എക്സലന്റ്. ഹലോ കോഴിക്ക് വസന്തയാണെന്ന് പറഞ്ഞു നമ്മള്. കോഴി കുറച്ച് കാലത്തേക്ക് ഒരു ചെറിയ ഒരു പനി.
അപ്പൊ കുറച്ചാളുണ്ടാവും ഈ ഏരിയയിലൊക്കെ. ഓ എടാ അങ്ങനല്ലടാ ഞാൻ ഉദ്ദേശിച്ചേ പിന്നെ എങ്ങനെ ഉദ്ദേശിച്ചേ? അളിയ നിന്റെ ക്യാമറ ഒന്ന് ഓണാക്കി കാണിച്ച അളിയ. ഇവന്മാരും ഞാൻ അവൻ കൊണ്ട് തന്ന ടീഷർട്ടാന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല അളിയ. ഏതാ നീ ഇട്ടേക്കുന്ന ടീഷർട്ടാ ഞാൻ ഇട്ടേക്കണേ. ആണോ? സെയിം ടീഷർട്ടോ? നിന്നെ ആര് ടീഷർട്ട്? നീ ഒന്ന് നിന്റെ ക്യാമറ ആക്കി നിന്റെ ടീഷർട്ട് AKF-ന്റെ ആണോ? അല്ലല്ലല്ല ആവട്ടെ ഒന്ന് കാണിച്ചേ അളിയ. ഇത് തന്നെ സാധനം ഇത് തന്നെ. ഇവനെ സമ്മതിക്കണോട്ടോ. മെനിങ്ങാന്ന് വരെ ഇവൻ മറ്റേ ഇത് റൊണാൾഡോ തൈ ഇടാത്തവരാണ്. അത് മാത്രം കാണിക്കാൻ പറ്റില്ല കേട്ടോ തിരിച്ചെനിക്ക്. അത് മാത്രം ഇതൊക്കെ മറ്റേ മരുന്നൊക്കെയാണ് ബ്രോ. അത് മാത്രം ഫ്ലെക്സ് ചെയ്യാൻ പറ്റില്ല. ഞാനും ഉണ്ടായോണ്ടാ കാണിക്കാതെ. എനിക്ക് നമുക്ക് മസിലൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ കാണിക്കാത്തത്. അതെ ഞാൻ മുണ്ടായോണ്ടാ കാണിക്കാത്ത. എണീറ്റിരിക്കാൻ പറ്റത്തില്ല പോലും ഒന്നും വരുന്നില്ലല്ലോടാ. ഏതോ കയ്യിലുണ്ടായിരുന്നു. കൈത്തപ്പഴേ ഏതോ കയ്യിൽ ഇതുണ്ടായിരുന്നല്ലോ. ജിമ്മിൽ പോയിട്ടില്ല നമ്മള് കുറച്ച് നാളായിട്ട്. സത്യം ആ കാര്യം മാത്രം നമുക്ക് ഫ്ലെക്സ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ. പോവാതെ സാധനം കാണിച്ചില്ല ലാസ്റ്റ് കളി. ആ ഒരു ടീഷർട്ട് കാണിക്കാൻ പറഞ്ഞപ്പം ഞാൻ നിർത്തുവായി ബ്രോ. ഞാൻ ഇറങ്ങും. എന്റെ ഇന്നത്തെ മൂഡ് പോയി. സത്യല്ലേ? അങ്ങനെ ഒരു ആംഗ്യം കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അളിയ അവിടെ. അതങ്ങനെ അത് കാണിക്കാതെ അളിയ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ സാധനം കാണിച്ചു തരും. ഞാൻ ഈ കാര്യത്തിൽ ഒരു വാഗ്ദാനവും പറയൂല. കാരണം ഇനി പറഞ്ഞ ആൾക്കാരെന്നെ കുപ്പി എറിയും. 4-5 വർഷം പറഞ്ഞല്ലേ? 4 അല്ല അതിൽ കൂടുതൽ പറഞ്ഞതാ. 6 പാക്ക് വേഴ്സസ് മൈസൂർ പാക്ക് എന്ന്. ഞാൻ കേരള വിഷയമല്ല എടുക്കാതെ. അയ്യോ ഞാൻ ഇതിട്ടാരാ. നീ എന്തിടാനോടാ? അളിയ നീ സിറ്റി ഇതിനകത്ത് കേറിയോ? എനിക്ക് കേറാന്ന് പറഞ്ഞൂടാ. ഇതെങ്ങനെ കേറണ? സൂപ്പർ. ഞാൻ നിങ്ങളെ എന്റെ പുതിയ കീബോർഡ് കാണണോ നിങ്ങക്ക്? ഇത് കണ്ടോ? മെർക്കുറി അല്ലേ നേരത്തെ ഇരുന്നു? അതല്ലേ മെർക്കുറി ഇപ്പൊ കിട്ടിയതായത്. ഇപ്പൊ കിട്ടിയത് ഏത് ലോകം ഉണ്ടാക്കിയതാ? കാണിക്കാൻ പറ്റത്തില്ല. വയർലെസ് ആണ്. ക്രാഷായി. ഇപ്പൊ ലാഗ് മാറിയോ നോക്കിയാ? കിടില സാധനമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. താങ്ക് യു. നിന്നെ ഞാൻ കാണിച്ചില്ല. എന്നാലും നീ എടുത്ത് എന്തിനാ നോക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. റേറ്റ് എടാ ഇത് ഇന്ത്യയിൽ മേടിക്കാനാണെങ്കിൽ 10-24,000 രൂപയാവും. എനിക്കിത് പുറത്തുനിന്ന് കൊണ്ട് തന്നതാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ പകുതി പൈസ ആയുള്ളൂ. അത് ചോദിച്ചില്ലല്ലോ. അതല്ല ഇവിടെ കമന്റ് ചോദിച്ചു നിന്നോട്. ചതുര വാങ്ങാൻ പറ്റില്ലേ? അത്രേ ഉള്ളൂ. നമ്മള് നീ കയ്യിൽ മറ്റേ മസിൽ കാണിച്ചപ്പോ ഞങ്ങൾ വല്ലതും പറഞ്ഞോ? അതുപോലെ കയ്യിലുള്ള സ്കില്ല് വെച്ച് എന്തെങ്കിലും കാണിച്ചോട്ടെ. ഇതിപ്പോ ഞാൻ എന്ത് കാണിക്കും? ഞാൻ മാക്സിമം മുണ്ട് നോക്കി കാണിക്കാൻ ഇരിക്കാതെ ഉള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് നോക്കി കാണിക്കാൻ ഇവിടെ ഒന്നും ഇല്ല എന്റെ ഇപ്പൊ. ഗെയിം സ്റ്റാർട്ട് ചെയ്യ് ബ്രോ. ഇത് ലോഡാവട്ടെ. സെർവറാ ബ്രോ. ലോഡാവാൻ കുറച്ച് സമയം എടുക്കും. ഹൈദരാബാദ് വ്ളോഗ് ഞാൻ ചിലപ്പോഴേ എടുക്കൂടാ. വ്ളോഗ് എടുത്ത് പോയി ഇതെന്തോ അല്ല നമ്മളൊരു എണ്ണം വെച്ച് ഉടനെ ഡീഡോസ് ഇവിടെയും വരും കേട്ടോ. ഡീഡോസ് വരും, സെർവർ ബാൻ വരും. ഞാൻ കഴിഞ്ഞ PC-യിൽ ഇതെല്ലാം ലോഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ എറണാകുളത്ത് PC-യിൽ ലോഡാക്കി വെച്ചില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ലൈഫ് തന്നെയല്ലേ ബാബു എറണാകുളത്തെ അത് പറഞ്ഞപ്പോഴേ ബ്രോ, നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ബ്രോ, നമ്മള് പരീക്ഷയ്ക്ക് പോകുമ്പോഴേ നമ്മുടെ കൂട്ടത്തില് ബാക്കി ഫ്രണ്ട്സിന്റെ അടുത്ത് 2 പേരും ഉണ്ടോ, അതുപോലെ 2 PC ഉണ്ടോ ലൈവ് ഇടാൻ വേണ്ടിട്ട്? അല്ല ഞാൻ ചോദിക്കുവായിരുന്നേ, ലൈവ് ഭയങ്കര ബുദ്ധിമുട്ടാ. 2 PC ഉണ്ടെങ്കിലേ ഒരെണ്ണം ഞാൻ ലൈവ് ഇട്ട് തിരിച്ചു തരാം. കാറ് തരുവാ. രണ്ട് പേരുണ്ടെങ്കിൽ അതുപോലെ 2 കാറുണ്ടെങ്കിൽ ഒരെണ്ണം തിരുവനന്തപുരം തിരിച്ചു തരാം. ഏത് വണ്ടി വേണം നീ എടുത്തോണ്ട് പൊക്കോളിയാ. ഞാൻ എടാ ആളിയാ നിനക്ക് അതിനോട് ചോദിക്കണമെന്ന് തോന്നുന്നുണ്ടോ ആളിയാ? നിനക്ക് BM വേണോ? BM എടുത്തോ, അത് അടുത്ത ആഴ്ച കിട്ടുള്ളൂ.
നിനക്ക് ഇനി താറ് വേണോ, താർ എടുത്തോ. ഇത് സെൽട്ടോസ് വേണോ, സെൽട്ടോസ് എടുത്തോ. പപ്പാടെ സ്വിഫ്റ്റ് വേണോ, നീ അതെടുത്തോ. എന്നിട്ടിപ്പോ ഇതിനെ വിളിച്ച് കീ എല്ലാം മാറ്റിക്കാൻ പറയാം. ഇല്ല എനിക്ക് ഉടനെ വേണ്ട, നാളെ മതി, നാളെ വൈകിട്ട് മതി. ആ നീ എടുത്തോ, സെൽട്ടോസ് ഞാൻ കൊണ്ടുപോകും, താർ ഇവിടെ ഉണ്ടാവും. മൈൻഡ് ബാബുന്നോ, ബാബുവിനെ മൈൻഡ് ഇല്ലടാ. എനിക്ക് അവനെ കാണുന്നത് എനിക്ക് എന്തോ പോലെയാണ്. അത് ഞാൻ അങ്ങനെ അധികം മൈൻഡ് ചെയ്യാറില്ല അവനെ. മൈൻഡ് ചെയ്യരുത് കേട്ടോ. ഈ ഡിസ്കോഡ് അളിയാ ഇത് ഓഡിയോയില് എന്തോ ഒരെണ്ണം കുറയ്ക്കണമായിരുന്നു. ഫുള്ള് സ്കോറാന്ന് തോന്നുന്നു. ആ സ്കോർ ഫുള്ള് കുറയ്ക്കണം, അല്ലെങ്കിൽ ഈ സെർവറിന്റെ പേരെന്തായിരുന്നു? എനിക്ക് തരുമോ കാറ്? പിന്നെ എല്ലാവർക്കും തരാം. എന്റെ കാർ അത് നിങ്ങളുടെ കാറല്ലേ, നിങ്ങളുടെ വണ്ടി. ഞാൻ എന്റെ വണ്ടി ലോക്ക് പോലും ചെയ്യത്തില്ല. ഞാൻ എന്റെ വണ്ടി ലോക്ക് പോലും ചെയ്യാറില്ല, നിങ്ങൾ എടുത്തോ. എന്താ നീ ആരോ ഉദ്ദേശിച്ച പോലെ പറഞ്ഞു? ആരല്ല, നിന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്, വേറെ ആരും. അളിയാ ഞാന് ബാബു കേറിയോ? അതിനകത്ത് കേറിയോ? ജനിക്കുന്നിടത്ത് വന്നാ മതി, നമ്മളവിടെ ഉണ്ടേ. ഞാൻ ജനിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ഞാൻ ഡിസ്കോഡിൽ ഇരുന്ന ഗെയിം വർക്ക് ആവൂല. ഡിസ്കോഡിൽ നടക്കട്ടെ. ഗെയിമിന്റെ പേരെന്താ? ഗെയിമിന്റെ പേര് ക്യാം ചെറുതാക്കുകയടാ. അപ്പൊ എന്നെ നിനക്ക് കാണണ്ട, നിനക്ക് എന്നെ കാണണ്ട. ഇതിനകത്ത് കുതിരയും കൊളയട്ടയും കൊളക്കോഴിയും കാണാനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണ ഒരു സ്ട്രീമറിന്റെ ഒക്കെ ഇതിനകത്ത് ഫേസ് ക്യാം ഒക്കെ അവരൊക്കെ എന്ത് നല്ല ഓഡിയൻസ്, നിന്നെയൊക്കെ പോലത്തെ അപ്പികളെ എന്ത് പറയാം. ഫേസ് ക്യാമും കാണണ്ട. ഞാൻ ഇത്രയും DSLR ലൈറ്റ് ഫേസ് ക്യാം ഓഫ് ചെയ്യാൻ സിറ്റിയിലുണ്ടാവാ. ക്യാം ഓഫ് പോടാ അവിടുന്ന്. മോനെ, നമ്മളിവിടുത്തെ ഇവിടെ ഒരു ലോകം വെട്ടിപ്പിടിക്കാൻ പോവാണ്. സംഗതി എന്നെ കാണുമ്പോൾ കുറച്ച് പ്രായമൊക്കെ ഇതിനകത്ത് തോന്നിക്കുമെങ്കിലും ഈ ഒരു ആംബിയർ വെച്ചിട്ട് നമ്മൾ ഇത് ഈ ഏരിയ നമ്മളങ്ങ് എടുക്കും. മനസ്സിലായോ? നമ്മളിങ്ങനെ തുടങ്ങിയതാണേ. അപ്പോൾ നമുക്ക് ഗെയിം ക്യാപ്ചർ ആക്കി തരാം നിങ്ങൾക്ക്. ഡിസ്പ്ലേ ക്യാപ്ചർ മാറ്റിയിട്ട് ഗെയിം ക്യാപ്ചർ. ബാൻ കിട്ടും. ഒന്നും കിട്ടാൻ പോകണില്ല ഇവിടെ. എടാ ഇത് ബാൻ കിട്ടിയാൽ ഉണ്ടല്ലോ, റെഡം. ബാൻ കിട്ടിയാൽ നമ്മൾ നമ്മുടെ സെർവറങ്ങ് പണിയും, പിന്നല്ലാതെ. വന്നില്ല. എന്ത് വന്നില്ലെന്ന്? ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോടാ. എനിക്ക് നിങ്ങൾക്ക് F8 ആ FPS ഇതുകൂടെ അങ്ങ് ഇതാക്കി തരാം. അതാകുമ്പോൾ ഡ്രോ പെർഫോമൻസ് PL എല്ലാം വരുവാണെങ്കിൽ അറിയാം. PL 5%. ഇവിടെ ഒന്നും ആരും ഇല്ലേ? ഫോൺ വിളിക്കാൻ പറ്റൂലല്ലോ, അതല്ലേ വേറൊരു പ്രശ്നം. കണക്ട് റേഡിയോയോ? റേഡിയോ ഒന്നും ഇല്ല ഇവിടെ. ട്രെയിമെല്ലാം വന്ന് ഇടിച്ചിടുവോ? ഇതെന്താ? അയ്യോ, എന്തിലോ ഒരു F6 ക്ലോത്തിൽ ഷർട്ട് ഊരിയിടണം. കണ്ട, നമുക്ക് ടെമ്പറേച്ചർ മൈനസും ആവാൻ പാടില്ല, കൂടാനും പാടില്ല. എത്രാണ്ട് മുകളിൽ കൂടാനും പാടില്ല, ഇതാക്കാനും പാടില്ല. മെയിലുണ്ടല്ലേ? നമുക്കിത് പഠിക്കാം. ഇന്നിട്ട് ഇത് പഠിക്കാം. എന്നാൽ ഇവരെ എങ്ങനെ കണ്ടുപിടിക്കും ഗൈസ്? ഒരു കമ്മ്യൂണിക്കേഷൻ സോഴ്സും ഇല്ലാതെ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ആൾക്കാരിലേക്ക് എത്തണം. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ലൈറ്റ് ഓഫ്. കറണ്ട് പോയി. ഒരു സെക്കൻഡ് ഗൈസ്. കറണ്ട് പോയി. എറണാകുളം കറണ്ട് കട്ട്. ഇന്നലെ ഇവിടൊക്കെ ആള് ഏതെങ്കിലുമൊക്കെ ഒരുത്ത ഇവിടെ കടയിലൊക്കെ നിപ്പുണ്ടായിരുന്നു. ഡോർ പിഴുതെടുത്ത. ഇവിടെ ആരും ഇല്ലടാ. ഇവിടെ ആരും ഇല്ല കൈസ്. ഇവിടെ
ഞാൻ ഇവിടുന്ന് ഈ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകണോ? മാപ്പ് എവിടെയാ നോക്കട്ടെ. വേറെ അടുത്തെങ്ങും ഇവിടുത്തെ ടൗൺ. നമ്മുടെ ഒരു കുതിര പോലും ഇല്ല. വേറെ അടുത്തതാ ഇവിടെ വാൻ ഹോൺ ട്രേഡിംഗ് സ്പോട്ട് പോസ്റ്റ്. മെയിൽ അയക്ക്. ആർക്ക് മെയിൽ അയക്കാൻ? എങ്ങനെ മെയിൽ അയക്കാൻ? മെയിൽ എങ്ങനെ അയക്കുന്നേ? ഇൻവെന്ററി. ഇതെന്താ? ഇവിടെ വല്ല വാർക്കപ്പടിയൊക്കെ എടുത്ത് നടക്കാം. അതേ ചെയ്യാവുള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. ഇതെന്താ കയ്യിൽ വരാത്തെ? ഇത് നമ്മുടെ കയ്യിൽ വരുന്നില്ല. കണ്ട കത്തി. നിർത്തിപ്പോടാ. ഇപ്പം നിർത്താം ബ്രോ. കറണ്ട് ഒന്നും വന്നില്ലെങ്കിൽ ഇപ്പം തന്നെ നിർത്താം. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ലൈവ് ഇട്ടിട്ട് കുറച്ച് നേരം പ്ലീസ്. ഞാൻ നെറ്റും പി സി ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഓടി വന്നതാണ്. കുറച്ച് നേരം ഇട്ടോട്ടെ പ്ലീസ്. ഒന്നും പറയല്ലേ എന്നെ. കുറച്ച് നേരം കൂടെ ഒത്തിരി ദൂരത്തു നിന്നൊക്കെ ഓടി വന്നതാണ്. അത് കഴിയുമ്പോൾ നിർത്താവേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടുന്ന് എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് ലോഡിങ് ഇഷ്യൂ ആണ്. ലോഡിങ് ഇഷ്യൂ ആണോ? പോടാ. കുതിരയുടെ സൗണ്ട് അല്ലേ കേട്ടതിപ്പോ? ആളുണ്ട്, ഇറങ്ങി കയറ്. ആണോ? ഇറങ്ങി കയറണോ? ഇറങ്ങി കയറണോ? എന്നാ ഇറങ്ങി കയറാം. പെട്ടെന്ന് കയറാം. വെയിറ്റ് ചെയ്യാം. യെസ്, റീസ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഇതിനും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടല്ലേ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. ഇറങ്ങി കയറ്. ലോഡാവാത്തതാണെന്നാ ആയിരിക്കും. കാരണം ഈ പി സി നമ്മൾ ആദ്യമായിട്ടല്ലേ കയറുന്നത്. അപ്പം എല്ലാം ലോഡാവുന്നേ ഉള്ളായിരിക്കും. എല്ലുപിനെങ്ങും കാവിൽ $20 കുതിരയെ വാങ്ങാം. എടാ നമ്മുടെ കുതിരയുടെ പേരെന്തായിരുന്നടാ?